സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടാൻ റിമൂവൽ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത്. ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്, കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നതാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്. അത് മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾ ഞാനിത് ഒരു ചെറിയ സ്പൂൺ നിറച്ചും ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസിലേക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിൽ മതി. ഇനി നിങ്ങൾക്ക് കയ്യിലോ കാലിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മഞ്ഞൾ നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നിങ്ങൾക്ക് സ്കിന്നിന് സ്യൂട്ട് ആവുമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് എന്തായാലും ഉൾപ്പെടുത്തണം. ഇതിനകത്തേക്ക് ഞാനൊരു 1/4 സ്പൂൺ അളവിൽ തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേനൊക്കെ ഉപയോഗിക്കാൻ ചിലർക്കൊക്കെ പേടിയായിരിക്കും, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫേസിലേക്കൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. നമ്മുടെ ഫേസിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറ്റിയെടുക്കാനും നല്ല രീതിയിൽ ഒരു മോയ്സ്ചർ തരാനും തേൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 സ്പൂൺ അളവിൽ തേനും കൂടി ചേർക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. ഞാനൊരു കുഞ്ഞി തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി മൊത്തമായിട്ടൊന്നും വേണ്ട, നമുക്ക് ഒരു പീസ് മതിയാവും. അപ്പോൾ തക്കാളിയുടെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ജ്യൂസ് അധികം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കഷ്ണം കൂടി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നിർബന്ധമില്ല നമ്മുടെ പാക്കിൽ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഏറ്റവും നല്ലതാണ് തക്കാളിയുടെ ജ്യൂസ്. നമ്മുടെ സ്കിന്നിൽ പിന്നെ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അധികം നീരില്ല. അപ്പോൾ ഞാൻ അടുത്തും കൂടി പിഴിഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ഒരുപാടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഇത് കണ്ടോ, കുറച്ച് നമ്മളിങ്ങനെ ഇതിനകത്തേക്ക് ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. പിന്നെ ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തൈരാണ് കേട്ടോ എടുക്കുന്നത്. തൈര് ഇത്ര അളവ് എന്നില്ല, നമ്മുടെ പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് നിങ്ങൾ എടുക്കുക. അപ്പോൾ തൈരാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ തൈര് തന്നെ ചേർക്കട്ടെ. ഇനി തൈര് നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. തൈര് ചേരുമെങ്കിൽ തൈര് തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്തേക്ക് മാത്രമാണെങ്കിൽ ഒരുപാടൊന്നും പാക്ക് ആവശ്യമില്ല, ഈ ഒരു അളവിൽ തന്നെ നമുക്ക് മതിയാവും. അപ്പോൾ ഒരു സ്പൂൺ, ഈ ഒരു സ്പൂൺ മാത്രമേ ഞാൻ തൈര് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് തേക്കേണ്ട ഒരു അളവ് നിങ്ങൾക്ക് അറിയാലോ, ഒരു പേസ്റ്റ് രൂപത്തിൽ, ആ ഒരു രൂപത്തിൽ നിങ്ങൾ പാക്ക് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ പാക്കാണ്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടാൻ റിമൂവൽ പാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫേസിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാക്ക് ഫേസിൽ ഇടുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഫേസിലും കഴുത്തിലൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞളാകുമ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു മടി ഉണ്ടാവും, പിന്നെ എന്താ പറയുക, ഇങ്ങനെ മഞ്ഞളുടെ സ്റ്റെയിൻ വരുന്നതുകൊണ്ട് മഞ്ഞളുടെ പാക്ക് ഉപയോഗിക്കാൻ കുറച്ച് പേർക്കൊക്കെ മടിയാണ്. പക്ഷെ നമ്മളിങ്ങനെ തൈര് അല്ലെങ്കിൽ പാലൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ സ്റ്റെയിൻ വരില്ല കേട്ടോ. നമ്മൾ കഴുകി കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് പോയിക്കോളും. പിന്നെ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. മഞ്ഞളായതുകൊണ്ട് കണ്ണിൻ്റെ സൈഡിൽ, കണ്ണിൻ്റെ താഴെ നിങ്ങൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് തിക്കായിട്ട് തേക്കണമെന്നൊന്നുമില്ല, ഒറ്റ ലെയർ നിങ്ങൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഫേസിലും നെക്കിലൊക്കെ തേച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കണ്ണിൻ്റെ ആ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. 15 മിനിറ്റ് നേരം കറക്റ്റ് സമയം നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫേസിൽ ഈ ഒരു പാക്ക് ഡ്രൈ ആവുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരുപാട് ഡ്രൈ ആയിട്ട് വലിഞ്ഞു മുറുകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് നമുക്കിത് അറിയാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങി പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം. അപ്പോൾ ഇത് ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ പാക്ക് തേച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പാക്ക് ഒന്ന് നനച്ചു കൊടുക്കാം. നനച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തൈരോ പാലൊക്കെ ഉണ്ട്, അത് തേച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്താലും മതി. ഞാനിപ്പോൾ വെറും വെള്ളമാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഫേസിൽ നന്നായിട്ട് നനച്ചിട്ട് സോഫ്റ്റ് ആയിട്ടും നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാജ് ചെയ്തിട്ട് തന്നെ കഴുകാട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞളുടെ ആ ഒരു സ്റ്റെയിൻ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തൈര് ചേർത്തിട്ടുണ്ട്, തൈരിൻ്റെ ആ ഒരു ഓയിലി ഫീൽ പോകണമെങ്കിൽ നമ്മൾ ഫേസ് വാഷ് എന്തെങ്കിലും ഇട്ട് കഴുകിയാൽ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഞാനിത് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പൊ ഞാനിതാ ഫേസ് കഴുകിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴുകി കഴിയുമ്പോൾ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മൾ സ്കിൻ കെയർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ കരിവാളിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ വരുന്ന ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഫേസ് കഴുകി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ നിങ്ങൾ ഫേസിൽ തേച്ച് കൊടുക്കണം കേട്ടോ. മോയ്സ്ചറൈസർ ഒക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ മോയ്സ്ചറൈസറും കൂടി തേച്ച് കൊടുത്തപ്പോൾ നമ്മുടെ പാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല റിസൾട്ട് തരുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഡെയിലി പുറത്തേക്കൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴോ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് വലിയ രീതിയിൽ കരിവാളിപ്പും കാര്യങ്ങളൊന്നും അറിയാതെ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഫേസിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഇത് കയ്യിലും കാലിലൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് അത് എന്തായാലും കമന്റിലൂടെ പറയാം കേട്ടോ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റിലൂടെ പറയാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.